അപ്പൊ താരം വരും നേരത്തിൽ ഇന്ന് നമ്മുടെ താരം എന്ന് പറയുന്നത് ബിഗ് ബോസിലൂടെ നമ്മുടെയൊക്കെ പ്രേക്ഷക ഹൃദയം കവർന്ന ആര്യൻ കതൂരിയയാണ്. ആര്യനെ മീറ്റ് ചെയ്യാനായിട്ട് ആര്യന്റെ ഒരു ഹാർഡ് കോർ ഫാൻ ഗേൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻട്രിയും സ്പെഷ്യൽ എൻട്രിയും അല്ലാതെ ഒക്കെ ആയിട്ട് 10-20ഓളം പേരുണ്ട്. ഇതിൽ ആര്യനെ മാത്രം ഇത്ര ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്താ? ആര്യൻ എന്തോ ഒരു നമുക്ക് കാണുമ്പോ തന്നെ ഒരു ഹുക്ക് ഉണ്ട്. ഹലോ ആര്യൻ, വെൽക്കം. എന്റെ ഏത് സിനിമ കണ്ടത്? 1983. പിന്നെ എന്താ ഞാൻ ചെയ്തത്? ആ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് അവര് ജസ്റ്റ് കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നു. ഞാൻ കൊറേ നാളുമായി ഞാൻ ഇങ്ങനെ ഇതില് ബിഗ് ബോസിന് പറഞ്ഞു. ഇല്ല, ഞാൻ സത്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ഫേമസ് ഒരു മൂവി ഉണ്ടായിരുന്നു, അതിന്റെ പേര് ടൈറ്റാനിക്. വിശ്വസിച്ചു. 10,000 രൂപ അയക്കട്ടെ ഗൂഗിൾ പേയില്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് താരം വരും നേരം. അപ്പൊ താരം വരും നേരത്തിൽ ഇന്ന് നമ്മുടെ താരം എന്ന് പറയുന്നത് ബിഗ് ബോസിലൂടെ നമ്മുടെയൊക്കെ പ്രേക്ഷക ഹൃദയം കവർന്ന ആര്യൻ കതൂരിയയാണ്. ആൻഡ് ആര്യനെ മീറ്റ് ചെയ്യാനായിട്ട് ആര്യന്റെ ഒരു ഹാർഡ് കോർ ഫാൻ ഗേൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ആ ഫാനും അതുപോലെ തന്നെ ആര്യനും തമ്മിലുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണ് നമ്മൾ ഇന്ന് ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ആ ഫാൻ ഗേളിനെ കാണാം, സംസാരിക്കാം. നമ്മുടെ പേര് ഹാജിറ. ഓക്കെ, സോ ഹാജിറ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം? ഓക്കെ, കൊച്ചിക്കാരിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ആര്യന്റെ കട്ട ഫാനാണ്. ബിഗ് ബോസ് മുതലേ ഭയങ്കര ഇഷ്ടമാണ് ആര്യന്. ആണ്. ഓക്കെ, എന്താ ആര്യനോടൊരു പ്രത്യേക ഇഷ്ടം ഇങ്ങനെ തോന്നാനായിട്ട്? സ്ക്രീനിൽ വരുമ്പോ തന്നെ ഭയങ്കര ഒരു ചാമാണ്, ഭയങ്കര എന്തൂസിയാസ്റ്റ്. ബിഗ് ബോസിലാണെങ്കിലും ഫിസിക്കൽ ടാസ്കിലൊക്കെ എല്ലാം ഭയങ്കര ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. അതുകൊണ്ട് ബിഗ് ബോസ് കാണാൻ തന്നെ ആര്യൻ ഒരു മെയിൻ റീസൺ ആയിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നേ നമ്മുടെ ക്രൂ വരുന്നതിനെക്കാട്ടിലും ഒക്കെ മുന്നേ താങ്കൾ ഇവിടെ എത്തി ആര്യന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അത്രയും ഈഗർലി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനൊരു സാധനം സ്പെഷ്യൽ ആയിട്ട് കൊറേയൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്ത് എന്താന്ന് ഞാൻ ഇപ്പൊ പറയൂല, അത് തുറക്കുമ്പോ ആര്യനല്ലേ, ആര്യന് സ്പെഷ്യലാണ്. ആര്യം വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ല. ഇല്ല, ഞാൻ ആര്യന്റെ ഫാനല്ലേ. ഓക്കെ, അപ്പൊ ആര്യന് വേണ്ടി നമ്മള് ആര്യന് അറിയാൻ പറ്റുള്ളൂ, നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. തുറക്കുമ്പോ എല്ലാവർക്കും കാണാം. എന്താ സീക്രട്ട് ആയിട്ട് തന്നെ അവിടെ വെച്ചേക്കാം. ആര്യന് വരുമ്പോ മാത്രം കാണിക്കുള്ളൂ. അതെ. ഹലോ, ആര്യൻ പറ. അയ്യോ, അല്ല, നമ്മളിവിടെ ഓൾറെഡി ഹോളിഡേയിൽ ഉണ്ട്, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഷുവർ ആണോ? എന്തെങ്കിലും ചാൻസ്? എന്ത് ചേട്ടാ? ഓക്കെ ഓക്കെ ആര്യൻ, ഞാൻ വിളിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യോ ഒരു സെക്കൻഡേ. ഹാജിറ, ആര്യന് എത്താൻ പറ്റില്ല പറഞ്ഞേക്കുന്നേ. ഇത്രയും നേരം ഞാൻ കറക്റ്റ് ടൈമിന് വന്ന് ലോബിയിൽ കൊറേ നേരം ഞാൻ പറഞ്ഞു, പക്ഷെ പുള്ളിക്ക് എന്തോ ഒരു സഡൻ ഒരു എമർജൻസി ഉണ്ട്, സോ എത്താൻ പറ്റത്തില്ല, വേറൊരു ദിവസത്തേക്കിട്ട് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നത്. ഇത്രയും നേരം നമ്മള് വെയിറ്റ് ചെയ്തതല്ലേ? ആര്യൻ ആക്ച്വലി നമ്മള് രാവിലെ ഇവിടെ നമ്മൾ വരുന്നതിനേക്കാളും മുന്നേ താങ്കളുടെ ഫാൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പുള്ളിക്കത് ഭയങ്കര എക്സൈറ്റഡ് നിൽക്കുക. ജസ്റ്റ് ഒന്ന് വന്ന് ഒന്ന് മീറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ സെഷൻ എടുത്തിട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഷീൽ ബി ഹാപ്പി. ഓക്കെ ഓക്കെ, വൈകുന്നേരം 7 മണിക്ക് ശേഷം ഫ്രീ ഉള്ളൂ എന്നാ പറയണേ. അയ്യോ, ആ, എന്താ ചെയ്യാ? ഞാൻ സംസാരിച്ച സമ്മതിക്കോ? ഞാൻ സംസാരിച്ച സമ്മതിക്കോ? ഓക്കെ ഓക്കെ ഓക്കെ, പുള്ളി കട്ട് ചെയ്തു. അയ്യോ, എനിക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ ഇസ് സോ ഹാർഡ് ഫോർ യു. കുഴപ്പമില്ല, നമുക്ക് മേ ബി വേറൊരു സിറ്റുവേഷനിൽ കൊടുക്കാൻ പറ്റട്ടെ. വിഷമായോ?
അയ്യോ കരയല്ലേ. ഞാൻ അത്ര ആഗ്രഹിച്ചു വന്നതല്ലേ. മനസ്സിലായി. ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവും. ലൈക്ക് അവരൊക്കെ സെലിബ്രിറ്റീസ് അല്ലേ, മേ ബി പെട്ടെന്നായിരിക്കാം സഡൻ. നമുക്കൊക്കെ ഇത് ശീലമാണ്, നമുക്കും എന്തൊക്കെയോ എന്റെ ക്രൂവിനൊക്കെ ഇത് ശീലമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മേ ബി ലാസ്റ്റ് മിനിറ്റിലൊക്കെ ചേഞ്ചസ് വരും. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത്. ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നില്ല കൊടുക്കാൻ, കുഴപ്പമില്ല. അതെങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഹലോ ആര്യൻ, വെൽക്കം. നമ്മൾ ആക്ച്വലി പ്ലീസ് ആക്ച്വലി ആര്യൻ നമ്മളെ നാളെ നമ്മളിവിടെ ഷോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രാങ്ക് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. Glad you guys came. എവിടെ താമസിക്കുന്നത്? ഞാൻ കൊച്ചി തന്നെ. കൊച്ചി തന്നെയാണോ? എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഓ അടിപൊളി. നൈസ്. കൊള്ളാം. ആര്യന്റെ കട്ട ഫാനാണ്. അത് ബിഗ് ബോസ് കണ്ടപ്പോ മുതൽ. അനുമോളിന് വേണ്ടിയല്ലേ? അല്ല 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 ഭയങ്കര ഫാനാ, പക്ഷെ വോട്ട് ചെയ്ത അല്ല അല്ല അല്ല. ആര്യനെ കാണുമ്പോ ചോദിക്കാനായിട്ട് എന്തോ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ ക്രൂ വരുന്നതിനേക്കാളും മുന്നേ ആൾ ഇവിടെ ഒന്ന് പ്രസന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ ചോദിച്ചോളൂ എന്താ ചോദിക്കാനുള്ളത്. എനിക്ക് ഷോ കണ്ട് ഫുള്ളായിട്ട് കണ്ടതില് എനിക്ക് ആര്യൻ ചേട്ടാ വിളിക്കാം. ആരും വിളിച്ചു വിളിക്കണ്ട. അപ്പൊ എനിക്ക് എന്ത് പ്രശ്നം ആരായിട്ട് ഉണ്ടായാലും പെട്ടെന്ന് പോയി സോൾവ് ചെയ്യും. നമ്മള് റിയൽ ലൈഫിൽ ഇപ്പൊ ഞാനൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ കുറച്ച് വെച്ചോണ്ടിരിക്കണം, പക്ഷെ ആര്യൻ ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് പോയി എല്ലാരോടും സോൾവ് ചെയ്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും. അത് റിയൽ ലൈഫിലും അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോവാറുണ്ടോ? ഇല്ല, റിയൽ ലൈഫില് അങ്ങനല്ല. ആണോ? ബിഗ് ബോസില് ബിഗ് ബോസ് നമ്മളൊരു ഷോ അല്ലേ, നമ്മളിങ്ങനെ അവിടെ ഗ്രഡ്ജ് വെച്ചിട്ട് കാര്യമില്ല. റിയൽ ലൈഫിൽ ചില ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ കൂടെ ഫ്രണ്ട്സ് ആയിട്ട് ഒരു കാര്യമില്ലല്ലോ. റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യല്ല. ബിഗ് ബോസ് വീട്ടില് പക്ഷെ അതായിരുന്നു എനിക്ക് ഏറ്റവും ഇംപ്രസ്ഡ് ആയ ക്വാളിറ്റി. എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് ബിഗ് ബോസിന് അകത്തായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ അതെ 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 അങ്ങനെ ചെയ്യത്തുള്ളൂ. പുറത്തിറങ്ങിയാൽ ചില ആൾക്കാർ നമ്മളെങ്ങനെ അപ്പ് പോലത്തെ ആൾക്കാരൊക്കെ ബാക്കിൽ ഇങ്ങനെ കുത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മളങ്ങനെ മൈൻഡ് ചെയ്യരുത്. അല്ല, വേറൊരു കേസും കൂടെ ഉണ്ട് ആര്യൻ. നമ്മള് ഈ അതേ ആൾക്കാർ തന്നെ നമ്മൾ അടുത്ത ദിവസം കാണണ്ടേ, 100 ദിവസം കാണണല്ലോ. ഇവിടെ പുറത്താകുമ്പോ നമുക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാം, പക്ഷെ ഇതിനകത്ത് നടക്കില്ല. പക്ഷെ എല്ലാം ഭയങ്കര ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റില് എടുക്കുന്ന അതാണ്. സ്പോർട്സ്മാനും കൂടി ആയ കാരണം ക്രിക്കറ്റ് കളിക്കുക, അതൊക്കെ എനിക്കറിയാം. ഗെയിമിംഗ് സ്പിരിറ്റ് ആളാണ്. ഓക്കെ, ഞാൻ ചോദിച്ചു ഇതിനകത്ത് എന്താ സാധനം പറയൂല, പോയിട്ട് തുറന്നു നോക്കിയാ മതി. പോയി ഞാൻ കാണണ്ട, വീട്ടിലെത്തിട്ടോ അങ്ങനെ ഞാൻ ചെയ്യില്ലല്ലോ. അത്ര ഇഷ്ടപ്പെട്ട് കാണാൻ വന്നതല്ലേ, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തായാലും. ആരും നമുക്ക് കിട്ടുന്നില്ലല്ലോ ബിഗ് ബോസ് കഴിഞ്ഞിട്ട്. ഞാൻ ആക്ച്വലി കുറച്ച് ഇങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഞാൻ കുറച്ച് ഇങ്ങനെ മാറി ഒരു വേറൊരു രീതിക്കാണ് ഞാൻ എന്റെ ലൈഫ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ കോമൺ ഫംഗ്ഷൻസിലോ ഇല്ല അങ്ങനെ പോകാനിപ്പോ താല്പര്യം. അടുത്തൊരു ഫംഗ്ഷൻ അല്ല, അതിനു വേണ്ടി ഞാൻ അവൈലബിൾ ആയിരുന്നില്ല, ഷൂട്ടിന് വേണ്ടി പോയതാ. അതല്ലാതെ ബാക്കി സമയത്ത് ഞാൻ ഫ്രീ ആയിരുന്നു, പക്ഷെ പോവാൻ തോന്നിയിട്ടില്ല. ആരും ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, നമ്മൾ മൂന്നുപേരും എങ്ങനെയോ ബ്ലാക്കിലോട്ട് വന്നിട്ടുണ്ട്. ശരിയല്ലേ? ആക്ച്വലി എന്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. അപ്പൊ മൂന്ന് പേരും ഒരേപോലെ കളർ കിട്ടിട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആക്കി സെറ്റ് ചെയ്യുക. ബ്ലാക്ക് ആണ് ഏറ്റവും ഐ തിങ്ക് മോസ്റ്റ് യുനോ ഇഫ് യു വെയർ ബ്ലാക്ക് നമ്മുടെ ഫേസും എല്ലാം ഇങ്ങനെ തിളങ്ങി വരും അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നമ്മള് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണുന്നതൊക്കെ. ഇത്രയും നല്ല ജ്യൂസ് ഒക്കെ തന്നിരിക്കും നമുക്ക്. നമ്മൾ ഇരിക്കുന്നത് ആക്ച്വലി ഹോളിഡേയിലാണ് കേട്ടോ. അവരുടെ കൈറ എന്ന് പറഞ്ഞിട്ട് അവരുടെ റെസ്റ്റോ കഫേയിലാണ് ഇരിക്കുന്നത്. വന്നിട്ടുണ്ട് ഒരു 2-3 ടൈംസ്. ഞാൻ ഇവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാരത്ത് എന്ന് പറഞ്ഞിട്ട്, ഇനി ഇവന്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്, പുള്ളിയുടെ വരാറുണ്ട് ഇവിടെ. അപ്പൊ ആരും നേരത്തെ പറഞ്ഞു നമ്മള് ബിഗ് ബോസ് എന്നൊക്കെ ഒന്ന് ലൈഫ് ഡിവേറ്റ് ചെയ്ത് അതിൽ കുറച്ച് കോൺസെൻട്രേഷൻ കുറച്ചിട്ട് അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പുറത്തുള്ള കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് നമ്മൾ വേറൊരു സ്റ്റൈലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്താ ഇപ്പൊ ചെയ്യുന്നത്? കറന്റ് എന്തൊക്കെയാ പരിപാടികൾ? ഞാനിപ്പോ അങ്ങനെ പ്രത്യേക നത്തിങ് ഗ്രേറ്റ്, ബട്ട് ഐ ആം ജസ്റ്റ് ഡൂയിങ് എ സ്മോൾ വെബ് സീരീസ് for Netflix and ഇപ്പൊ ഒരു ലാസ്റ്റ് റീസെന്റ് ഒരു ഐ എം ഗെയിം പടം ഞാൻ ചെയ്തിരുന്നു. ഐ തിങ്ക് ഐ ടോൾഡ് ഇൻ ബിഗ് ബോസ് ഓൾസോ. അതിപ്പോ റിലീസ് ആവാൻ പോകുന്നു. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഇറങ്ങിയതിനു ശേഷമാണ് ആൾക്കാർക്ക് ഈ PR എന്ന് പറയുന്ന വാക്ക് തന്നെ പലരും കേട്ടു തുടങ്ങി. അല്ല, ഇതിനു മുന്നേ നമ്മൾ ഈ PR എന്ന് പറയുന്ന ഒരു ചർച്ച അല്ലാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ആരും അകത്ത് പോകുമ്പോ എന്തൊക്കെയായിരുന്നു പുറത്ത് ആരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? അതായത് ചിലപ്പോ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാനായിട്ട് ഫാമിലി തന്നെ ആയിരിക്കും. എനിക്ക് ഫ്രണ്ട് ഉണ്ട് പൂജിത എന്ന് പറഞ്ഞിട്ട്. പൂജിതയും അരുൺ സണ്ണി ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു
ഞാൻ അകത്ത് പോവാണ്. എന്തെങ്കിലും ബോർ അകത്ത് നടന്നാൽ നിങ്ങൾ പുറത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഫാമിലിയോട് പറയണം സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷെ ഈ ഷോ സ്ക്രിപ്റ്റഡ് അല്ല. ഞാൻ പറഞ്ഞു അവിടെ പറയാൻ വീട്ടില് അങ്ങനെ പറഞ്ഞ സമാധാനിപ്പിക്കാനൊക്കെ. പാരൻസ് ഹേ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് അമ്മ അറിയുന്നൊക്കെ. അമ്മ ഫുൾ ഇങ്ങനെ നെഞ്ചിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ എന്റെ മോൻ എന്താ ആ സമയത്ത് അരുൺ സണ്ണിയും പൂജിതയും ഹെൽപ്പ് ചെയ്ത് അവര് വീഡിയോസ് ഒക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കുറെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ടി അവര് എല്ലാം ഓക്കെ ആക്കി കൊടുത്തു. യെസ്, ഈ രണ്ടുപേരായിരുന്നു എന്റെ മെയിൻ PR എന്ന് പറയുമ്പോ. അമ്മയെ പറ്റി മൈൽസ്റ്റോൺ മേക്കേഴ്സ് കാരണം ഞാൻ ഫസ്റ്റ് ഡേ പുറത്താൻ പോയതാ. ഇതൊക്കെ ഞാൻ വീഡിയോ കൊടുത്തതിന് നമുക്ക് മനസ്സിലായി. ഇല്ല ഞാൻ പറഞ്ഞ എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ ബിഗ് ബോസിന്റെ മുന്നേ ആക്ടിങ് തുടങ്ങുന്നതിന് മുന്നേ നമ്മള് നോബഡി നോസ് യു, നമ്മള് ഇങ്ങനെ ഒരു മീഡിയ ചാനൽ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഇവർ ഐ തിങ്ക് they saw something in me, like before I started acting, before I did a lot of ads, ഒന്നും ചെയ്ത സമയത്താണ് ഇവർ എനിക്ക് കുറച്ച് ഇങ്ങനെ എനിക്ക് ഇവര് PR കൂടി തന്നത്. എന്നെ ഗെയിം മീ ഗുഡ് മൈലേജ് കൊടുത്തത് മൈൽസ്റ്റോൺ മേക്കേഴ്സ്. നമ്മള് ചോദിച്ച് പറയിപ്പിക്കേണ്ടി ഇല്ലാതെ കുറച്ച് പൈസ ഉള്ളത് ഫ്രീ മാർക്കറ്റിംഗ് ചെയ്തതാ. ഓക്കെ, അപ്പോ നമ്മളെ അമ്മയുടെ അതെ, ചേട്ടനെ പറ്റി പറയുമ്പോ നമുക്ക് അമ്മേനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ബിഗ് ബോസിന്റെ ഈ ഒരു സീസണില് ഇത്രയും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അമ്മ, അതും എല്ലാരെയും മക്കളെ പോലെ കണ്ട് അങ്ങനെ താങ്കൾ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നിൽക്കുമ്പോ ആ ഒരു സമയത്ത് പോലും അതിന്റെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയും വളരെ ഈസി ആയിട്ടും ലവബിൾ ആയിട്ടും പോയി റിസീവ് ചെയ്ത ഒരു അമ്മയാണ്. സോ ടെൽ മി അബൌട്ട് യുവർ മോം. അബൌട്ട് മൈ മോം, അമ്മ ആക്ച്വലി ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. ഭയങ്കര ഷീ ലവ്സ് എവ്രിവൺ. ഇപ്പൊ ആതിര എന്ന് പോയി ഹഗ് ചെയ്തില്ല, അതാണ് ആക്ച്വലി അമ്മ. റിയൽ ലൈഫിലും അവിടെയും അമ്മ ആക്ച്വലി അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടില്ല. അമ്മയ്ക്ക് അറിയില്ല എന്ത് ക്യാമറയൊക്കെ. അമ്മ എന്നെ മീറ്റ് ചെയ്തു, ഹഗ് ചെയ്തു, ഇഷ്ടപ്പെടുന്ന എല്ലാവരും മീറ്റ് ചെയ്തു, എല്ലാവരും ഹഗ് ചെയ്തു, എൻജോയ് ചെയ്തു. ഒരു ഫാമിലി പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അമ്മ ലെഫ്റ്റ്. അമ്മ ആക്ച്വലി ഒരു ഫാഷൻ ഡിസൈനർ ആണ്. ആൻഡ് പനമ്പള്ളി നമുക്കൊരു കടയുണ്ട്. വി ഗോട്ട് റീറ്റെയിൽ ആൻഡ് സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ഡൈയിങ് യൂണിറ്റ് ഓൾസോ. അമ്മ മിനിഞ്ഞാന്ന് റീലൊക്കെ ഇട്ട് 300K അടിച്ച് ഭയങ്കര വൈറലായിരുന്നു. ഒരു കുറെ ഇങ്ങനെ ഈ ഡ്രസ്സസിന്റെ ഓർഡർ ഒക്കെ വന്നു. സോ ഷീ ഈസ് ജസ്റ്റ് ബിസി ഇൻ ഹർ വർക്ക്. ഒരു അടിപൊളി ഹെൽപ്പ് സപ്പോർട്ടീവ് അമ്മയാണ്. ആൻഡ് ഷീസ് ഓൾസോ ഇൻ ടു ഹർ ഡിസൈനിങ്. അപ്പൊ എപ്പോഴും ബിസി ആയിരിക്കും. അങ്ങനെയാണ് ലവിങ് ആൻഡ് ലവിങ് മോം. മോം ആൻഡ് ബ്രദർ ഓൾസോ. ബ്രദർ ഭയങ്കര ചില്ലല്ലേ? ആക്ച്വലി എനിക്ക് ആരിനെക്കാളും ഇഷ്ടം ആരിന്റെ ബ്രദറിനെയാണ്. ഓക്കെ, അപ്പൊ ആര്യന്റെ ഫാൻസ് ഉള്ള പോലെ തന്നെ ആര്യന്റെ ഫാമിലിക്ക് ഫാൻസ് ഉണ്ടെന്ന് അറിയാലോ. ഓക്കെ, അത് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. സോ നമുക്ക് ആര്യന്റെ അമ്മേനെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ. ഇപ്പൊ ലൈവായിട്ട് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അതെ, തുണി ഒന്ന് കഴിക്കും. സ്വീറ്റ് അമ്മയാണൊക്കെ, വെരി ബ്യൂട്ടിഫുൾ അമ്മയൊക്കെ. ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്, അല്ലെങ്കിൽ ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. व्यक्ति को कॉल किया है वो अभी दूसरे कॉल पर व्यस्त है. कृपया ഈ കോള് 1 മണിക്ക് കസിൻസിനെ വിളിക്കുന്നുള്ളൂ. എന്താ എടുക്കൂല. അങ്ങനെ ടൈം ടേബിൾ ഒക്കെ ഉണ്ടോ? 1 മണിക്ക് കോള് പോകുന്നൊക്കെ അവിടെ US-ലാ സമയം. പൊതുവെ എങ്ങനെ ആരിനെ തിരിച്ചു വിളിക്കാൻ? ഭയങ്കര സ്നേഹമുള്ള അമ്മയൊക്കെ. ശല്യത്തിന്റെ വിളി. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ആര്യൻ, നമ്മള് ബിഗ് ബോസിൽ ആരിനെ കണ്ടു. ആര്യൻ പുറത്ത് ഇപ്പൊ ഫ്രണ്ട്സിനോടായാലും അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുള്ള ആൾക്കാരോടുള്ള ബിഹേവിംഗ് ബിഗ് ബോസിനകത്തുള്ള പോലെല്ലാം നമുക്കറിയാം. ഓക്കെ 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 ഫൈൻ. ഹലോ Mom, I wanted to make it to talk to a fan girl. Yeah, just talk. You talk to a fan girl, Mom. She's right now with me. We are here in Holiday Inn for a shoot. Okay. Hello. Hi, sweetie. Hi, Amma. How are you? I'm good. അമ്മക്ക് സുഖാണോ? Yes, beta, I'm fine. How are you? I'm good. What's your name, beta? Hajra. Yeah. Thank you, beta. Yeah. Actually, I am a big fan of Aryan Chetan, and I've watched his episodes in Big Boss, and Amma one episode was very sweet, and you were very, very friendly to everyone. I understood from where Aryan Chetan got this, nice character, behaving to people and all. So
എനിക്ക് അങ്ങ് അത് അമ്മയല്ല. Blessing to have people like you loving us so much. We are blessed, Hajira. താങ്ക് യു സോ മച്ച് അമ്മ. Lots of love, beta. Lots of blessing to you. Come meet me someday, okay? Aryan Chetan told you to send 5,000 to the Google Pay. Google Pay. Yeah, to his Google Pay. Love you so much. Jokes. Don't listen to him. Yeah. He's like that. ജോക്കാ. പൈസ വെച്ചപ്പോ ജോക്കുന്നു. Yeah. Don't listen to him. He's like that. Very naughty. Yeah. In Big Boss Inji, my meal partner. also we have seen him, his naughtiness and all. That's But good. it was very entertaining. Yes, beta. Keep on supporting him. Yeah. Please keep on giving your good wishes to this boy, okay? Thank you so much, Amma. Okay, Bole. Ah. Love you, bacha. Thank Thank you for listening to you. Amma, very nice talking to you, Amma. I am another fan of Aryan. Yeah. Yeah, Aryan, Amma ഭയങ്കര റൂഡാണ്. ആര്യൻ അടിപൊളിയാ. വിശ്വസിച്ചു. ആര്യന് 10,000 രൂപ അയക്കട്ടെ ഗൂഗിൾ പേയില്. बताएंगे बच्चे. ശരി ബൈ. Such a lovely mom. പാവം അമ്മ. ഇവിടെ കോള്. അപ്പൊ അത് ഞാൻ ചോദിച്ചു വരുമ്പോഴത്തേനാണ് ആക്ച്വലി അമ്മ കോൾ ചെയ്തേ. വീട്ടിൽ എങ്ങനെയാ പറ, ആര്യൻ എങ്ങനെയാണെന്ന് എനിക്കറിയണം, ആര്യന്റെ ചേട്ടൻ എങ്ങനെയാണെന്ന് പറയണം, ഞങ്ങൾ അമ്മ എങ്ങനെയാണെന്ന് ഒരു പറയണം. വ്യത്യാസമില്ല. അല്ല ഇങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനല്ല. പിന്നെ Okay. ആറ്റിറ്റ്യൂഡ് വൈസ് യെസ്. ഐ തിങ്ക് കുറച്ചും കൂടി ഫുഡിൽ ഡിസിപ്ലിൻ ആണ്. ഞാൻ ഇങ്ങനെ ഈ തുണികളൊക്കെ ഫോൾഡ് ചെയ്യാറില്ല, ചേട്ടൻ ചെയ്യും നല്ലോണം. ഓക്കെ. ഞങ്ങള് കുറച്ച് ആ കാര്യത്തില് വെറൈറ്റി ആണ്. ആൻഡ് ഫാദറും മദറും ഞാനും ഇങ്ങനെ തന്നെയാണ്. ദിസ് ഇസ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, ചിരിയും കളിയും എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സീരിയസ് സിറ്റുവേഷൻസ് വരാറുണ്ട്. മിസ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് അമ്മ ചീത്ത പറയും. അതല്ലാതെ ഇതാണ് നമ്മുടെ മൂഡ് വീട്ടില്. Full fun ആണ്. യെസ്. എങ്കിലും ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ചില സിറ്റുവേഷൻസ് ഫാമിലി ഒരുമിച്ച് നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമല്ലോ. എസ്പെഷ്യലി ബിഗ് ബോസില് ഇപ്പൊ ഇത്രയും ഫാൻസ് നിൽക്കെ, ഇത്രയും പോസിറ്റിവിറ്റി ഒക്കെ നിൽക്കെ, ഇടയ്ക്കൊക്കെ ചില കൺഫ്യൂഷൻസും ചില വീട്ടിലൊന്ന് വീട്ടുകാരുടെ ഒരു ഭാഗത്തും ചിന്തിക്കുമ്പോൾ അവർക്ക് കുറച്ച് വിഷമങ്ങൾ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. How did they manage actually? Did you ask them? ആക്ച്വലി ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞത്, ഞാൻ പോകുന്ന ഷോ കുറച്ച് സ്ക്രിപ്റ്റഡ് ആണ്. Okay. അപ്പൊ എന്തെങ്കിലും സീരിയസ് നടക്കുവാണെങ്കിൽ ഇതെല്ലാം അഭിനയായിരിക്കും, ഡോണ്ട് വറി എന്നൊക്കെയാ. Okay. അപ്പൊ ഇനിഷ്യലി അമ്മ അഭിനയം വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ലാലിറ്റൻ ഫാൻസ് കുറച്ച് ചൂടാൻ തുടങ്ങി. ആ സമയത്തേക്ക് കല്ലൊക്കെ എറിഞ്ഞു എന്റെ അമ്മയുടെ എന്റെ അമ്മയുടെ ഷോപ്പിന്റെ മേളില് ഒരു സ്റ്റോൺ എടുത്തിട്ട് ഗ്ലാസ്സിൽ എറിഞ്ഞു. അപ്പഴാണ് മനസ്സിലായത് ഇത് തമാശയല്ലല്ലോ. എന്റെ മോൻ പറഞ്ഞത് ഇതെല്ലാം സ്ക്രിപ്റ്റിലായിരിക്കും, പ്രശ്നം വരില്ല. പക്ഷെ ഈ ഫാൻസിന്റെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കുറെ കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങിയല്ലോ, എന്ത് ഈ ബംഗാളി മോൻ കാണിച്ചുകൊണ്ട് അങ്ങനെ പോലെ ലൈക്ക് ലോട്ട് ഓഫ് സീരിയസ് തിങ്സ് ഹാപ്പൻ. ആ സമയത്ത് അമ്മയ്ക്ക് അത് ഭയങ്കര ഒരു ട്രോമ പോലെയായി. ഇത് ശരിയല്ലല്ലോ, നടക്കുന്നത് ഓക്കെ അല്ലല്ലോ, ഇതെന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ടിൽ ദെൻ ഷി വാസ് ഫൈൻ. വെൻ ഫ്യൂ പ്രോബ്ലംസ് ഹാപ്പൻഡ്, അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഫ്രണ്ട്സ് എന്റെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. ഇതുപോലെ സിറ്റുവേഷൻസ് വരുമ്പോഴേ ആക്ച്വലി ബിഗ് ബോസിന് പുറത്തുനിന്ന് നമുക്ക് പാരന്റ്സ് എപ്പോഴെങ്കിലും കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? അതായത് ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇഫ് ദ ഫാമിലി ഈസ് റിയലി കൺസേൺഡ് അബൌട്ട് സംതിങ്, സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അല്ല, ഫാമിലി കൺസേൺ ആണെങ്കിൽ അവർക്ക് മാക്സിമം ബിഗ് ബോസിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കാം, മോനും ഓക്കെ അല്ലേ. അപ്പൊ അവർ പറയും, ഡോണ്ട് വറി, ഇതൊരു ഫേസ് ആണ്, ഇതെല്ലാം പോയിക്കോളും, ഡോണ്ട് വറി, ഇതൊരു ഷോ അല്ലേ. നമ്മളിങ്ങനെ പോലത്തെ ഒരു ഷോയിൽ വരുമ്പോൾ കുറച്ച് നെഗറ്റീവ്സും ഉണ്ടാവും, പോസിറ്റീവ്സും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു നെഗറ്റീവ് ആണ് ഇത്. അപ്പൊ അതെങ്ങനെയെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ഇമോഷണലി സപ്പോർട്ട് തരത്തുള്ളൂ, വേറെ തരത്തില്ല. പിന്നെ ഉണ്ടാക്കുന്നത് വേറെ കണ്ടന്റ് അവര് കൊള്ളാം, കുറച്ചുകൂടി കൺഫെഷൻ റൂം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കുറച്ച് പേടി ആവുന്ന റൂമാണ്. ഐ തിങ്ക് നമ്മൾ പൊതുവെ ആ വീട് ഭയങ്കര വൈബ്രന്റ് ആണ്, പക്ഷെ ആ കൺഫെഷൻ റൂമിൽ പോകുമ്പോഴാണ് ആ ഒരു ഹാർട്ട് ബീറ്റ് 1 to 3 ചാടുന്നത്. ടക് 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 ടക്. അവിടെ നമ്മൾ എന്താ സംസാരിക്കാൻ പോണത്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ആൻഡ് ദാറ്റ്സ് ദി ഓൺലി കണക്ഷൻ വിത്ത് ദി ഔട്ട്സൈഡ് ക്ലോസസ്റ്റ്. അപ്പോ ഐ തിങ്ക് കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സ്ക്വിഡ് ഗെയിംസ് അല്ലെങ്കിൽ സ്ക്വിഡ് ഗെയിംസ് പോലത്തെ ഒരു ഫീലിംഗ് ബിഗ് ബോസ്. ഞാനൊരു ചോദ്യം ചോദിച്ചു. നമ്മൾ എല്ലാരും പറയും പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല ബിഗ് ബോസ്, എന്താ അകത്ത് വേറെ തന്നെ ഒരു വേൾഡ് ആണ് എന്നുള്ളത്. അതിൽ എത്രമാത്രം ട്രൂത്ത് ഉണ്ട്? ശരിക്കും അങ്ങനെയാണോ? 100%. ആണോ? ബിഗ് ബോസ് നമുക്കിപ്പോ ഇവിടെ ഇരിക്കുമ്പോ തോന്നൂല, അയ്യോ അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ബിഗ് ബോസ് ഈസി അല്ല. നമ്മളിങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് നടക്കണേ ഉള്ളൂ, പക്ഷെ ഇറ്റ്സ് എ വെരി സ്ട്രെസ്ഫുൾ ഗെയിം. ലൈക്ക് ഇതൊരു നോർമൽ ഒരു ഷോ പോലെ അല്ല ഈ ഷോ. കുറച്ചൊരു എവിടേക്കോ ടോക്സിക് സൈഡ് ഉണ്ട് ഈ ഷോയുടെ. മൈൻഡ് ഗെയിം ആണ്, മൈൻഡ് ഗെയിമും കൂടി ഉണ്ട്, സ്ട്രെസ് ഗെയിം ആണ്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ മോർണിംഗ് അടിക്കുമ്പോൾ ബിഗ് ബോസ് ആര്യൻ ഈ വീട്ടിൽ ആരാണോ ഏറ്റവും മോശപ്പെട്ട പ്ലെയർ അവരെ നിങ്ങൾ ചൂസ് ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങൾ ചൂസ് ചെയ്തു. എക്സാമ്പിൾ, ഐ ചോസ് യു. നിങ്ങൾക്ക് എന്നെ കണ്ടെടുത്ത് കണ്ടുകൂടാ ഫുൾ ഡേ.
നിങ്ങൾ ഇവൻ ആരെ എന്നെ ചൂസ് ചെയ്തത്, ഞാൻ അത്ര ബോർ പ്ലെയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈഗോ കടിക്കും. ഈഗോ And ഈ ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ജീവിക്കാൻ. ജീവിക്കാൻ അങ്ങനെ ഈഗോ ബിൽഡ് ചെയ്ത് ഇങ്ങനെ 80 ദിവസമൊക്കെ എത്തുമ്പോ ഇടിയൊന്നും ഇല്ലാതെ. പക്ഷെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, ജിസേലാണ് ആര്യൻ കോംബോ. അയ്യോ, അത് ഭയങ്കര അത് പറയൂ. ജിസേൽ നിങ്ങൾ ഭയങ്കര നല്ല ഫ്രണ്ട്സാ, അടിപൊളി ഫ്രണ്ട്സാ. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് സോ 100% ഞാൻ ടച്ച് റീസെന്റ് സ്റ്റോറി ഞങ്ങളങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളൊരു വ്യത്യാസമില്ല. എങ്ങനെയാണ് ബോണ്ട് അവിടെ സെയിം, നൗ ഓൾസോ സെയിം ബോണ്ട്. ഇപ്പോഴും എല്ലാ ദിവസവും വിളിക്കും. വിളിക്കട്ടെ? അവളിപ്പോ ഒരു ഷോ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ പേര് അതാ ജിസേൽ ജിസേൽ ഫാൻ അല്ലേ? She's doing a show called Cook Comedy. Comedy. ഹലോ, ഹായ്. Hey, how are you? Okay, നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാറിൽ. You are just fantastic. Thank you. Okay, so we were actually talking about your combo with Aryan. So Aryan തന്നെ പറഞ്ഞു, okay, let me call. We are still in touch. She's a really great friend of me. അങ്ങനെ. But actually അത് okay. ठीक है, they want to say hi to you. Okay, have fun. Bye. Say bye, guys. Bye bye. That was so തിരക്കില്ല. unexpected. കണ്ട സന്തോഷത്തിലാ. Okay, ഞാൻ ആലോചിക്കും ഇനി അടുത്ത ആരെ കിട്ടാ. ഇങ്ങോട്ട് ഫാൻ ബോയ് മൊമെന്റ് ആയി. ഹാപ്പി ആയോ നിങ്ങൾ? അടിപൊളി. നിങ്ങളോടൊപ്പം തിളങ്ങി ആവലൊക്കെ. ബ്രഷ് ചെയ്ത് നോക്കി. ഓക്കെ, സോ ഞങ്ങൾ ചോദിച്ചെന്ന കാര്യം വിട്ടുപോയി. നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ആക്ച്വലി ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ്. സോ ഐ തിങ്ക് ആഫ്റ്റർ ബിഗ് ബോസ് എനിക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ ലൈഫില്. ഇപ്പൊ ഞാൻ ആക്ച്വലി ഒരു ഡയറക്ടറെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആൾക്കാർക്ക് അറിയാം. അപ്പൊ എനിക്കത് ഒരു 1+ പോയിന്റ് പോലെ കിട്ടുന്നുണ്ട്. മാക്സിമം എന്റെ സിനിമ ആ ഒരു ഇൻഡസ്ട്രിക്ക് ഞാൻ മാക്സിമം ആയിട്ട് എഫർട്ട് കൊടുക്കുന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഔട്ട്. അതായിരുന്നു എന്റെ മെയിൻ പ്ലാൻ. സോ ആഫ്റ്റർ ബിഗ് ബോസ് ട്രോമ വൈസ് അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് ഐ തിങ്ക് ടെമ്പർ ഇഷ്യൂസ് കുറച്ച് കൂടിയിട്ടുണ്ടാവും. കൂടിയോ കുറഞ്ഞോ? കൂടി ക്ഷമ സാധാരണ കൂടേണ്ടാണല്ലോ. പക്ഷെ ഇവിടെ ഞാൻ ടെമ്പർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ഒരു 100 ദിവസം അവിടെ ഉണ്ടായപ്പോ പുറത്ത് വന്നപ്പോ ഒരു ഫ്രീഡം വേണം എനിക്ക്. അധികം ആൾക്കാർ എവിടെയാണ് എന്താ ചെയ്യുന്നത് അത് ചോദിക്കരുത്. അപ്പൊ അതിന്റെ കുറച്ച് ടെമ്പേഴ്സ് മാത്രം ഐ ഫീൽ ദെയർസ് ആൻ ഇഷ്യൂ. ബാക്കി എവരിതിങ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ, ആര്യൻ ആക്ച്വലി ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയുടെ കോൺസെപ്റ്റ് ഇസ് വെരി ബ്രില്യന്റ്. അതായത് ഒട്ടും ചേരാത്ത പല പല സിറ്റുവേഷൻസിൽ ജീവിക്കുന്ന പല ഐഡിയോളജീസ് ഉള്ള ആൾക്കാരെ 20 പേരോ 21 പേരോ ഒരു വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൻഡ് അവർക്ക് ലൈക്ക് ഔട്ടർ വേൾഡ് കംപ്ലീറ്റ് കണക്ഷൻ കട്ട്. ഒരു ബന്ധമില്ല. നിങ്ങളുടെ എന്താ പറയാ വീക്ക്നെസ്സസ്, നിങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾക്ക് അവിടെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. എല്ലാം നിങ്ങൾ അങ്ങനെ ഒരു പ്രഷർ കുക്കറിനകത്ത് നേരത്തെ ഹാജര പറഞ്ഞ പോലെ. ഓക്കെ, സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോ people will learn something new, right? അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചിലർ പറയും ഞാൻ അവിടെ പോയിട്ട് ക്ഷമ പഠിച്ചു എന്ന് പറയും. ചിലർ പറയും ഞാൻ അവിടെ പോയിട്ട് ആൾക്കാരുടെ നോ പറയാൻ പഠിച്ചു. ചിലർ പറയും ഞാൻ കുക്കിംഗ് പഠിച്ചു എന്ന് പറയും. ദാലും ബീട്രൂട്ട് ചോറൊക്കെ ഞാൻ ഫസ്റ്റ് വീട്ടിൽ വന്നില്ലേ ബിഗ് ബോസിൽ നിന്ന്. അപ്പൊ അമ്മ ഇങ്ങനെ ഫുഡ് എന്താ ഞാൻ ബീട്രൂട്ടും ചോറൊക്കെ മിക്സ് ചെയ്ത് പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി സെറ്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? കുക്കിംഗ് പഠിപ്പിച്ച ഡിസൈനില് മാത്രമല്ല എനിക്ക് ആക്ച്വലി നമ്മുടെ ബിനിയും പഠിപ്പിച്ചു, അനുമോളും പഠിപ്പിച്ചു. കൂടുതല് അതാണോ ഏറ്റവും കൂടുതൽ പഠിച്ചത് ബിഗ് ബോസ്? ഏറ്റവും കൂടുതൽ പഠിച്ചത് ഞാൻ ആക്ച്വലി ലെസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ലൈഫ് ലെസൺ അല്ല, ഒരു ലെസൺ ഫ്രം ബിഗ് ബോസ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ലെസൺ ആയിട്ട് മോട്ടിവേഷണൽ ആയിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾക്ക് ഉണ്ട് എടുക്കാൻ. പേഷ്യൻസ് അങ്ങനെയൊക്കെ കിട്ടും. പക്ഷെ ഫോർ മീ ഐ ഫീൽ വൺ ലെസൺ ഐ വുഡ് ഹാവ് ലേൺഡ് ഇൻ ബിഗ് ബോസ് ഇസ് ദാറ്റ് ലൈഫ് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് ജീവിക്കണം. ലൈക്ക് ഐ ഫീൽ നമ്മുടെ ലൈഫ് എങ്ങനെ അകത്താണോ പുറത്താണോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ലിവ് യുവർ ലൈഫ് ദ വേ യു ആർ. പീപ്പിൾ ഷുഡ് നോ യു ഇൻ ദ മോസ്റ്റ് റോ ഫോം. അപ്പൊ നമുക്ക് പേടിയായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പുറത്തൊരു നെഗറ്റീവ് ആളാണെങ്കിൽ ഞാൻ ആ ഷോയിൽ പോയി പാവായിട്ട് അഭിനയിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ പുറത്തൊരു പാവാണെങ്കിൽ അകത്ത് പോയി ജാട കാണിച്ച ആൾക്കാർ മനസ്സിലാവും ജാടയാണ്. സോ ഐ എം സെയിങ് ഹൂ യു ആർ. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ എങ്ങനെയാണോ സെയിം ഡിറ്റോ കോപ്പി
പേസ്റ്റ് ചെയ്തിട്ട് ബിഗ് ബോസ് കാണിച്ചാൽ മതി. അപ്പൊ നമുക്ക് പേടിയായിരിക്കില്ലല്ലോ, അതെ. നമ്മൾ അഭിനയിക്കുന്നില്ലല്ലോ. സോ യു ജസ്റ്റ് യുവർ സെൽഫ്, യു നോട്ട് ബി ashamed about it. And that's more easy. Yeah, if people don't like you, if people don't like you, don't like me, dude. I am how I am. Like tomorrow you will die, you don't know. നമ്മളിപ്പോ എപ്പോഴാണോ എന്താ സംഭവിക്കുമ്പോൾ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളെങ്ങനെ യു ജസ്റ്റ് ബി യുവർ സെൽഫ് ആൻഡ് എക്സിസ്റ്റ്. ഡോണ്ട് പ്ലീസ് അതർ പീപ്പിൾ. ലൈക്ക് അക്ഷയ് കുമാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്, ഞാൻ അങ്ങനെ മറ്റേ ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി എനിക്ക് സമയമില്ല, ഞാൻ നാളെ മരിച്ചു, എനിക്ക് അറിയില്ല, അപ്പൊ ഞാൻ എന്തിനാ പുള്ളിക്ക് വേണ്ടി ഞാൻ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റേ ഇതിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്. ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം. ഇഫ് യു ഫീൽ ലൈക്ക് ഹാവിംഗ് സാലഡ്, ഓർഡർ സാലഡ്, ഈറ്റ്. Don't think what you will think. ഈ ബിഗ് ബോസ് പോയാലും നമുക്ക് റിഗ്രറ്റ് ഒന്നുമില്ലല്ലോ. ഒരു റിഗ്രറ്റും ഇല്ല. ഏതെങ്കിലും ഉണ്ടായ കോൺട്രവേഴ്സീസിൽ ഏതെങ്കിലും ആര്യനെ ഉള്ളിൽ ഭയങ്കര ഹിറ്റ് ചെയ്തത് എനിക്ക് ഏതെങ്കിലും? ഏറ്റവും കൂടുതൽ വിഷമമായ ഒരു കാര്യം ഞാൻ ലാലേട്ടനോട് ഞാൻ ചോദിച്ചില്ലേ, ആ. ഹെൽമെറ്റ്. ആദ്യം ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഭയങ്കര ഇന്നസെൻസിലാണ് ചോദിച്ചത്. അത് എന്റെ ഒരു ലാംഗ്വേജിന്റെ ഒരു പ്രൊഫഷൻസി അല്ലാത്ത കാരണമാണ് അത് ആ ഒരു സിറ്റുവേഷൻ നടന്നത്. ഞാൻ ചോദിക്കാൻ പോണത്, ലാലേട്ട അപ്പൊ നമ്മളിങ്ങനെ ഈ ഉറങ്ങുമ്പോഴും അങ്ങനെ എടുക്കണോ, അതായിരുന്നു എന്റെ ചോദ്യം. പക്ഷെ വന്നത് അപ്പൊ നമ്മള് കുളിക്കുമ്പോഴും ചെയ്യണോ, ലാലേട്ടനെ കളിയാക്കുന്ന പോലത്തെ ഒരു ഇമേജ്. എന്റെ ഒരു എന്റെ തെറ്റാണ് അത്. ഞാൻ അത് പോർട്രേ ചെയ്ത രീതി കുറച്ച് മോശമായി. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കേസ്, അതായത് ഒരാൾ ഒരു ഹെൽമെറ്റ് ഫുൾ ടൈം വെക്കണം, ഇത് അഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒബ്വിയസ്ലി മനസ്സിൽ വരുന്ന വെരി അല്ല, എനിക്ക് തോന്നുന്നു ആര്യന്റെ ആ ഒരു സ്ലാങ് അല്ലെങ്കിൽ അതിൽ കുറച്ച് പ്രശ്നം, മറ്റേ ഒരു ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, അവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ചിരിച്ചത് ഭയങ്കര അങ്ങനെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്റൻഷനലി ചെയ്യാത്ത പല കാര്യങ്ങളും ഭയങ്കര കോൺട്രവേഴ്സീസ് ആയപ്പോ എന്റെ ഈ അൺഇൻറ്റൻഷണൽ വരുന്ന സാധനങ്ങളൊക്കെ ആണ് എന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ചിരി വന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ സാധനം കോമഡി തോന്നി. നമ്മളെല്ലാരും വേറെ വേറെ ഹ്യൂമൻസ് അല്ലേ, പക്ഷെ സ്റ്റോറി കുറച്ച് ഇമോഷണൽ ആയ കാരണം ആൾക്കാർ എന്നെ അത് ബാക്ക് ഫയർ ചെയ്തു. അതല്ലാത്ത ബാക്കി ഞാൻ അങ്ങനെ റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒന്നും ചെയ്തൊന്നുമില്ല അവിടെ. പിന്നെ ഇടയിലായാലും Did you get any chance to talk to Lalaten after Big Boss? അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. How was the conversation? നമ്മളിങ്ങനെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടൂല, സെയിം ഹാപ്പിനെസ് കിട്ടി സംസാരിച്ചപ്പോ. ഈ ടോപ്പിക് ഒന്നും വന്നില്ലല്ലോ അല്ലേ? ഈ ടോപ്പിക് ഒന്നും ലാലേട്ടൻ അങ്ങനെ അധികം മൈൻഡിൽ വെക്കുന്ന ആളൊന്നും അല്ല. പുള്ളിക്ക് ഒരാൾ ഇഷ്ടം, ഈ ലൈക്ക് മീ അലോട്ട്. പിന്നെ പ്രത്യേകത ഇഷ്ടമായിരുന്നു ഷോയില്. ശരിക്കും ലാലേട്ടൻ ദേഷ്യപ്പെടുമ്പോ എന്താ തോന്നി? പേടിയോ എന്താണ് മനെ. അപ്പൊ ഞാൻ ഇങ്ങനെ പോസ് കട്ട് പോട്ടെ ഞാൻ അങ്ങനെയൊക്കെ കുറച്ച് വിഷമാവുന്നൊരു ഇതുണ്ട് സിറ്റുവേഷൻ. ഹൗസിൽ ഇടക്കിടക്ക് ലാലേട്ടൻ വിസിറ്റ് ചെയ്യൂലേ, അപ്പോഴൊക്കെ ഭയങ്കര നമ്മൾ ഈ ടിവിയിൽ കാണുന്ന ബ്യൂട്ടിഫുൾ ഓറയാ, ഒരു പെർഫ്യൂമിന്റെ ഒരു സ്മെല്ലും ഒരു ഇങ്ങനെ ഫാൻ ഹാപ്പി അല്ലേ ഫാൻ. ആക്ച്വലി എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും ഹോളിഡേ സ്മരിക്കുന്നു. ഈവൻ സാലഡും നല്ല ടേസ്റ്റി ആണ് കേട്ടോ. അപ്പൊ ആര്യൻ ഫൈനലി നമ്മള് ഓക്കെ അപ്പൊ രണ്ട് കാര്യങ്ങള്. ഒന്നെന്ന് പറയുന്നത് നമ്മള് ബിഗ് ബോസിന് ശേഷം ആര്യനെ കുറെ നമ്മളിങ്ങനെ വലയിട്ട് പിടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. താങ്കൾ ബിഗ് ബോസിന്റെ ടോപ്പിക് ഒക്കെ വ്യതിചലിച്ചിട്ട് ഇങ്ങനെ വേറൊരു ഫോക്കസ്, ആൻഡ് ദാറ്റ്സ് ഗുഡ് ഫോർ യു. ഐ മീൻ യുവർ പ്രയോറിറ്റീസ് യുവർ ലൈഫ്. നല്ല ഫാൻസ് വരുമ്പോ അതെ. ഹാപ്പി ടു സീ യു. മോർ ദാൻ എ ഫാൻ, ഐ തിങ്ക് യു ആർ എ ഫാമിലി നൗ. നമ്മളിപ്പോ എപ്പോഴും ഫാൻ അല്ല ഞാനിപ്പോ യൂസ് ചെയ്യാൻ പോണ വാക്ക്. ഫാൻ ഇസ് when you know me and I don't know you, but now when I know you, I think you are a family. ആക്ച്വലി ശരിക്കും ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയ ആൾക്കാരെ നമ്മളിങ്ങനെ കാണുമ്പോ ഇല്ലേ, നമുക്ക് കുറെ പരിചയമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കൈവക്കി, പക്ഷെ അവർക്ക് നമുക്കറിയില്ലല്ലോ. അതാ അപ്പൊ ഫാമിലി ടേംസ് കറക്റ്റ് ആണ്, നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യാം. Thank you so much for coming and always I didn't expect to see. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ലൈഫിൽ ഞാൻ ചേട്ടനെ കാണും. അറിയാണോ ഫാൻ മീറ്റ് ആണ്? ഫാൻ മീറ്റ് അറിയില്ല, ഇവിടെ പറഞ്ഞു നീ വാ സർപ്രൈസ് ആണ്, ഒന്ന് വാ. 80% അപ്പു എവിടെ വിളിച്ചാലും സർപ്രൈസ് തന്നെ വിളിക്കാറുള്ളൂ. നമ്മോട് പറയില്ല എന്താണ് ആരാണ് എക്സാക്ട്ലി എന്താ സംഭവിക്കാൻ പോകുന്നത്. 80% പുള്ളി പറയും നാളെ വരാൻ പറ്റുമോ 7 മണിക്ക്. ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഒരു അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഒരു സർപ്രൈസ് വേണ്ടി എന്തായാലും ഞാൻ ശരിക്കും സർപ്രൈസ് എന്നെ കണ്ടപ്പോ ശരിക്കും സർപ്രൈസ്. അവിടെ എനിക്ക് പറഞ്ഞു ഇതാണ് സാധനം. അപ്പൊ അവിടെ സർപ്രൈസ് ഞാൻ ചോദിച്ചു, എന്നെ അറിയോ? ആ ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്, ഇന്റർവ്യൂസിനെ കണ്ടിട്ടുണ്ട്. പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് ഇല്ലേ? ചേട്ടനില്ല, ചേട്ടന് മാത്രമേ ഉള്ളൂ. നൈസായിട്ട് ഓക്കെ. നമ്മൾ ഇനി വളരേണ്ടിയിരിക്കുന്നു ആരും. ബിഗ് ബോസിന്റെ
ആൾക്കാരോട് കുറച്ച് ആൾക്കാരെ ഒന്ന് എടുക്കണം. ഒരു പുതിയൊരു സൂപ്പർ സ്റ്റാർ എനിക്ക് പിയർ വന്നിരിക്കുന്ന ആര്യനാണ്. ഓക്കെ, അപ്പൊ ആര്യൻ നമുക്ക് ഇനി കുറച്ചു നേരം ഫുഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. നല്ലൊരു Thank you so much. Thank you so much. I hope you're happy. I'm very very happy. Yeah. I'm also very happy. Thank you for the gift, and I think you'll always be a part of Of all course, us of in the course, onwards. of course. And Hajra, thank you so much. Thank Content you. creation ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോട്ടെ. Thank you. നമുക്ക് ഇനി ഇതുപോലെ ഇരുന്ന് കാണാൻ പറ്റട്ടെ. Okay, happy അല്ലേ? Happy. Okay, thank you so much.